വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് അധ്യാത്മരാമായണം രചിച്ചത് എന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. അപ്പം അദ്ദേഹം ഇത് വളരെ കാലം കൊണ്ട് രചിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഈ ഗ്രന്ഥം എടുത്തുകൊണ്ട് പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിരുന്നു ഉണ്ടായ കാര്യങ്ങളൊക്കെ. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. അവരൊക്കെ പറഞ്ഞു, മഹർഷിമാരൊക്കെ എഴുതിയ രാമായണങ്ങളൊക്കെ ധാരാളം നിലവിലുള്ളപ്പോൾ അങ്ങെന്തിനാണ് ഇതും കൊണ്ടൊരു വിഡ്ഢിയാനെ പോലെ നടക്കുന്നത് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അപ്പോൾ ഈ ബ്രാഹ്മണന് വളരെയധികം വ്യസനമായി. അങ്ങനെ വ്യസനിച്ച് ഒടുവിൽ അദ്ദേഹം വിചാരിച്ചു, അപമാനിതനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ നാട്ടിൽ നിൽക്കുന്നത്, ഞാൻ പോയേക്കാം ഇവിടുന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ ഗ്രന്ഥവും എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു. അങ്ങനെ പല ദിക്കുകളിൽ സഞ്ചരിച്ചു, പല ഗ്രാമങ്ങൾ കണ്ടു, പല ക്ഷേത്രങ്ങൾ കണ്ടു. അങ്ങനെ സഞ്ചരിച്ച് ഒടുവിൽ ഒരു ദിവസം ആൾസഞ്ചാരം ഇല്ലാത്തൊരു വനത്തിലാണ് എത്തിപ്പെട്ടത്. ചുറ്റും ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ആലും ആൽത്തറയും അതിൻ്റെ അടുത്തൊരു കുളവും ഒക്കെ കണ്ടു. ഇത് തന്നെ പറ്റിയ സ്ഥലം എന്ന് വിചാരിച്ച് കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡക്കെട്ടും അതൊക്കെ കൂടെ അവിടെ ആൽത്തറമേൽ വെച്ചിട്ട് അദ്ദേഹം കുളത്തിലിറങ്ങി കയ്യും കാലും ഒക്കെ കഴുകി ആൽത്തറമേൽ വന്ന് കിടപ്പായി. അങ്ങനെ കിടന്നു. ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു അർദ്ധരാത്രി ആയപ്പോൾ ആൽത്തറമേലൊരു പ്രകാശം വന്നു. അദ്ദേഹം എണീറ്റിരുന്നപ്പോൾ ആ പ്രകാശത്തിൻ്റെ നടുവിലായിട്ട് അതിദിവ്യനായ ഒരു പുരുഷൻ നിൽക്കുന്നു. അപ്പോൾ ആ പുരുഷൻ ചോദിച്ചു, ആരാണ് ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം ഭക്തിയോടുകൂടി പറഞ്ഞു, ഞാൻ വഴിപോക്കനായ ഒരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആൾ ഒരു ഗന്ധർവനാണ്. സ്ഥിരമായിട്ട് ഈ ആൽത്തറമേൽ സന്ദർശിക്കാൻ എത്തുന്ന ആളാണ്. അപ്പോൾ ഗന്ധർവൻ ചോദിച്ചു, എന്താണ് ഇവിടെ കിടക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഉണ്ടായ കാര്യങ്ങളൊക്കെ, ബ്രാഹ്മണൻ, കഥാനായകനായ ബ്രാഹ്മണൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗന്ധർവൻ പറഞ്ഞു, ഞാനൊരു വഴി ഉണ്ടാക്കി തരാം. ആയിക്കോട്ടെ, വളരെ സന്തോഷം എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ. അപ്പോൾ ഈ ഗന്ധർവൻ പറഞ്ഞു, അങ്ങ് ഇവിടുന്ന് നേരെ ചെന്ന് കുറച്ച് ദിവസമുണ്ട്, ശിവരാത്രി വരുന്നുണ്ട്. അപ്പോൾ ശിവരാത്രി ആകുമ്പോഴേക്കും ഗോകർണത്ത് എത്തണം. ഗോകർണത്ത് പരമശിവൻ്റെ പ്രശസ്തമായ ക്ഷേത്രമുണ്ട്, അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് സന്ധ്യയ്ക്ക് കിഴക്കേ ഗോപുരത്തിൽ ഈ ഗ്രന്ഥമായിട്ട് കാത്തു നിൽക്കും. അപ്പോൾ ദൂരേന്ന് അതിദിവ്യനായ തേജോമയനായ ഒരു ബ്രാഹ്മണൻ വരുന്നത് കാണും. അദ്ദേഹത്തിൻ്റെ പുറകെ 4 നായ്ക്കളും ഉണ്ടാവും. ഗ്രന്ഥം നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തിട്ട് സങ്കടം ഉണർത്തിക്കുക, അദ്ദേഹം ഈ ഗ്രന്ഥത്തിനെ അനുഗ്രഹിച്ച് ഒരു നിവൃത്തി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. പിന്നൊരു കാര്യം, ഈ ഉപായം പറഞ്ഞു തന്നത് ഞാനാണ് എന്ന് അദ്ദേഹം അറിയരുത് കേട്ടോ എന്നും പറഞ്ഞു.